ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ എമിലി. നാം ഇപ്പോൾ ക്രിസ്മസ് കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ക്രിസ്മസ് കേക്ക് ആയിരിക്കും അല്ലേ? ഈ ക്രിസ്മസ് കേക്ക് എങ്ങനെയുണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കേക്കിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഇംഗ്ലീഷുകാരുടെ ഒരു പരമ്പരാഗത രീതിയായിരുന്നു ദിവസം മുഴുവൻ നീളുന്ന ഉപവാസത്തിനു ശേഷം ഡിസംബർ 25 ക്രിസ്മസ് രാവിൽ നമ്മുടെ നാട്ടിലെ കഞ്ഞി അഥവാ പായസം പോലെ ഒരു മിശ്രിതം ഉണ്ടാക്കി കഴിക്കുക എന്നത്. പിന്നീട് കുറേ കാലത്തിനു ശേഷം അതിൽ ഫലവർഗ്ഗങ്ങളും മസാലകളും തേൻ എന്നിവ ചേർത്ത് ക്രിസ്മസ് പുഡിംഗ് എന്ന പേരിൽ ഉണ്ടാക്കി കഴിച്ചു തുടങ്ങി. അന്നു മുതൽ നവംബറിൽ തന്നെ ക്രിസ്മസ് കേക്കുകൾ ഉണ്ടാക്കി കേടാകാതെ ഇരിക്കാൻ പ്രിസർവേറ്റീവ്സും ചേർത്ത് സൂക്ഷിച്ചു വെച്ചു തുടങ്ങി. ഡിസംബറിൽ ക്രിസ്മസിന് രുചികരമായ കേക്ക് പുറത്തെടുത്ത് എല്ലാവർക്കും സമ്മാനമായി കൊടുത്തിരുന്നു. അങ്ങനെ മിക്കവാറും എല്ലാ വീടുകളിലും കേക്കുണ്ടാക്കൽ പതിവായി. ഇന്ന് നമ്മുടെ കൈകളിൽ വിവിധ രൂപത്തിലും സ്വാദിലും എത്തുന്ന കേക്കുകളുടെ പിന്നിലെ കഥയാണിത്. സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ ഈ ക്രിസ്മസ് രാവിൽ എല്ലാവരിലും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ. നന്ദി, നമസ്കാരം.